JSP JSP life cycle JSP we have to require some constructors, or we can say the language of JSP. That's constructor. So JSP language JSP language ഉള്ളത്. ഒന്നാമത്തേത് subscript element, directories and action. Subscript element, directories and action. Subscript element definition നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. Let you specify Java codes that will become a part of resultant servlet. That is Java code എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സബ്സ്ക്രിപ്റ്റിംഗ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രിപ്റ്റിംഗ് എലമെന്റിന്റെ അകത്ത് നമ്മൾ എഴുതുന്ന ജാവ കോഡിനെ എന്തായി മാറും? റിസൾട്ടന്റ് സർവ്ലെറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൺവേർട്ട് ചെയ്യാം. Then next is directory. Directory let you control the overall structure of the servlet. Servlet in the overall structures control ചെയ്യാൻ വേണ്ടിയാണ് ഈ directories യൂസ് ചെയ്യുന്നത്. Last one, not the least, action. Action let you specify existing components that should be used and otherwise control the behavior of JSP engine. JSP engine behavior ne control ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് actions. നമുക്ക് അത് നോക്കാം ക്ലിയർലി എന്തൊക്കെയാണ്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് എലമെന്റിനെ പിന്നെയും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ്പ്രഷൻ, ഒന്നാമത്തേതാണ് എക്സ്പ്രഷൻ, രണ്ടാമത്തേതാണ് സബ്സ്ക്രിപ്റ്റ് ലെറ്റ്, then മൂന്നാമത്തെയാണ് ഡിക്ലറേഷൻ. ഓക്കെ, എക്സ്പ്രഷൻ, സബ്സ്ക്രിപ്റ്റ് ലെറ്റ്, അതുപോലെ തന്നെ ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമലി സിയിലൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യണത് വേരിയബിൾ ഡിക്ലറേഷനെയാണ് നമ്മൾ പറയുന്നത്. എക്സ്പ്രഷൻ ടു ഇവാലുവേറ്റ്, അതിനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. If we are want to evaluate or we are providing some insert value to our servlet പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. സെർവ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോഡ്, കംപ്ലീറ്റ് കോഡ്, അതിനെയാണ് നമ്മൾ സെർവ്ലെറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എക്സ്പ്രഷൻ. Okay, so expression elements contain a scripting language expression that is evaluated, converted to a string, insert and inserted where the expression appears in the JSP file. That is ഈ കിട്ടുന്ന വാല്യൂ, നമുക്ക് എന്താണോ കിട്ടുന്ന വാല്യൂ, ആ കിട്ടുന്ന വാല്യൂനെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ സ്ട്രിങ് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യാനുണ്ടാവുക, JSP ഫയൽ അല്ലെങ്കിൽ നമ്മൾ സെർവ്ലെറ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യണം. That is string will be taken, it will be evaluated. If it can be evaluated within the program, or otherwise it will be passes to the servlet in a string form. And ഏതെന്നെ syntax എന്ന് പറയുന്നത് angle button, that is എല്ലാം ജാവ അല്ല JSP പ്രോഗ്രാം, എല്ലാം JSP പ്രോഗ്രാം എഴുതേണ്ടത് ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജ് എന്നതിന്റെ അകത്താണ്. സോ ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു ജാവ എക്സ്പ്രഷൻ പെർസെൻറ്റേജ് angle bracket. So that is angle bracket percentage equal to, ഇതുവരെ എന്തായാലും നമുക്കുണ്ട്. ഇത് കഴിഞ്ഞ് ജാവ എക്സ്പ്രഷൻ ആണ്, നിങ്ങൾക്ക് എന്ത് എക്സ്പ്രഷൻ എഴുതണം. If suppose you are writing an expression as count plus 1, or suppose as bracket in agatha if you are writing as 2 plus 1, so these are all expressions. So ആ expressions നമ്മൾ present ചെയ്യാം. ഇനി തന്നെ ഈ JSP യുടെ വേറെ ഒരു advantage, it can be incorporated XML also. XML ലാംഗ്വേജിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഇൻകോപ്പറേറ്റ് ചെയ്യാം. അതിനും വേറെ ഒന്നുമില്ല. XML ലാംഗ്വേജിൽ HTML ലാംഗ്വേജ് ആണെങ്കിൽ ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാത്രം മതി. XML ആണെങ്കിൽ ആംഗിൾ ബ്രാക്കറ്റ് JSP കോളൻ എക്സ്പ്രഷൻ, അത് കഴിയുമ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യാം. ഇറ്റ് വിൽ ബി എ പ്രീഡിഫൈൻഡ് ടാഗ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഞാൻ ഒരു കറണ്ട് ഡേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം HTML ലാംഗ്വേജ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യമില്ല, ഓൾറെഡി യു നോ വാട്ട് ഇസ് HTML. ഹെഡ്, ടൈറ്റിൽ, ബോഡി ഒക്കെ എന്താണെന്ന് അറിയാം. P എന്ന് പറയുന്ന പാരഗ്രാഫ് ആണ്. ആ പാരഗ്രാഫിന്റെ അകത്ത് ഞാൻ എഴുതിക്കുന്നു കറണ്ട് ടൈം. ഓക്കെ, വി ആർ പ്രിവെന്റിംഗ് ദ കറണ്ട് ടൈം. കറണ്ട് ടൈം കോളൻ അതിനകത്ത് ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്ത് ജാവ എന്ന ക്ലാസിന്റെ അകത്തുള്ള യൂട്ടിൽ എന്ന ലൈബ്രറിയുടെ അകത്തുള്ള ഡേറ്റ് എന്ന ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, സോ ജാവയുടെ അകത്തുള്ള
util എന്ന ക്ലാസ്സിന്റെ അകത്തുള്ള date എന്ന ഫംഗ്ഷൻ എടുത്ത് ടുഡേസ് ഡേറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഡേറ്റ് എന്താണോ അല്ലെങ്കിൽ സിസ്റ്റം ടൈം എന്താണോ അത് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. സോ ദ ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി കറന്റ് ടൈം കോളൻ. അതെന്തായാലും ഉണ്ടാവും, ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റാറ്റിക് ഡേറ്റ ആൻഡ് ദ ആംഗിൾ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതലാണ് നമ്മളുടെ എന്ത് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യണേ? ഡൈനാമിക് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യണം. സോ ഈ സ്ഥലത്ത് എന്ത് വരും? എൻ്റെ സിസ്റ്റത്തിൽ എന്താണോ ഡേറ്റ അത് റീപ്ലേസ് ചെയ്ത് വരും. ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും. എല്ലാം ഈ എക്സ്പ്രഷൻ്റെയും അതുപോലെ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഞാൻ ഇത് റൺ ചെയ്ത് നോക്കിയ പ്രോഗ്രാംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ക്രിപ്റ്റ്ലെറ്റ്. സ്ക്രിപ്റ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ്ലെറ്റ് ഇപ്പൊ തൊട്ട് മുമ്പ് എഴുതിയതില് ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു എന്ന രീതിയിൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുവാണെങ്കിൽ അത് സ്ക്രിപ്റ്റ്ലെറ്റ് അല്ല, അതിന് എക്സ്പ്രഷൻ എന്നാ പറയാ, അത് ശ്രദ്ധിക്കാം. സ്ക്രിപ്റ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആംഗിൾ ബ്രാക്കറ്റ് അല്ല, ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജിന്റെ അകത്ത് എഴുതുന്നതൊക്കെയാണ് സ്ക്രിപ്റ്റഡ്. ഈ പെർസെൻറ്റേജ് ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജിനകത്ത് എന്താണോ നിങ്ങൾ എഴുതാൻ പോന്നെ ആ എല്ലാ കാര്യങ്ങളിലായിരിക്കും നിങ്ങളുടെ എന്തായിട്ട് വരാം, സെർവ്ലെറ്റിന്റെ സർവീസ് മെത്തേഡിലേക്ക് പോയി അല്ലെങ്കിൽ JSPയുടെ സർവീസ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് ആയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് മോർ കോംപ്ലെക്സ്, സിമ്പിൾ എക്സ്പ്രഷൻ എഴുതി അല്ലാണ്ട് മോർ കോംപ്ലെക്സ് ആയിട്ടുള്ള that is give and take, that is taking values from the user and providing values to the user എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ സ്ക്രിപ്റ്റ്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പൊ സ്ക്രിപ്റ്റ്ലെറ്റ് എന്ത് ചെയ്യണം? automatically define variables as expressions. Some expressions ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് some implicit objects എന്നാണ് നമ്മൾ ഇതിന് പറയാം. that is request, response, section, out അങ്ങനെ ഒരു കുറെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സാമ്പിൾ ഒന്ന് നോക്കാം. എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാം എന്താ പറയാ ഇൻഡെക്സ് HTML അതുപോലെ തന്നെ വെൽക്കം JSP. പേര് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചത്. ഒരു ഔട്ട്പുട്ട് പേജ്, ഒരു ബ്രൗസർ വന്നു കഴിഞ്ഞാൽ ഒരു അത് എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങളുടെ ഗൂഗിൾ ക്രോമോ എന്തെങ്കിലും വന്നാൽ ഒരു ടെക്സ്റ്റ് ബോക്സ്, ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. ആ ടെക്സ്റ്റ് ബോക്സിനും അതുപോലെ തന്നെ ഒരു ബട്ടണും വരും. ബട്ടന്റെ പേര് എന്തായിരിക്കും? സബ്മിറ്റ് ആയിരിക്കും ബട്ടന്റെ പേര്. So button ന്റെ പേര് എന്ന് പറയുന്നത് it will be submit. Then there will be a text box. ഈ ടെക്സ്റ്റ് ബോക്സിന്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത്? നെയിം ഓഫ് ദ ടെക്സ്റ്റ് ബോക്സ് will be user. Okay, so user എന്ന ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ആ ടെക്സ്റ്റ് ബോക്സ് അപ്പൊ റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. എന്തായിരിക്കും? ഒരു ടെക്സ്റ്റ് ബോക്സും സബ്മിറ്റ് ബട്ടണും. സോ ഞാൻ ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ അമൃത എന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ if I am typing AMRUTA എന്ന് അമൃത എന്ന് ടൈപ്പ് ചെയ്യുവാണ്. ടൈപ്പ് ചെയ്ത് ഞാൻ if I click on the submit button, what happen is that the data അമൃത എന്ന ഡേറ്റ, ഈ അമൃത എന്ന ഡേറ്റ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഡയറക്ട്ലി പാസസ് ടു ദിസ് വെൽക്കം ഡോട്ട് എന്താ പറയുക JSP പേജ്. ഈ വെൽക്കം ഡോട്ട് ASP പേജിലേക്ക് അതിനെ പാസ് ചെയ്യും. ആൻഡ് ദിസ് പാസ്ഡ് ഡേറ്റ ദാറ്റ് ഇസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ അവർ JSP സർവീസ് മെത്തേഡ് ആണ് ഈ പാസിംഗ് ഒക്കെ ചെയ്യുന്നത്, സർവീസ് ആണ് നടന്നത്. ഈ സർവീസ് മെത്തേഡ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി there is a code here, നിങ്ങൾ കാണാം റെഡ് കളറിൽ, ദാറ്റ് ഈസ് റിക്വസ്റ്റ്. if we got a request, ആ റിക്വസ്റ്റിൽ we have some parameter, so get the parameter. Okay, so request വന്നിട്ടുണ്ട്. ആ റിക്വസ്റ്റിൽ ചില എന്തോ പാരാമീറ്റർ ഉണ്ട്. സോ get that parameter, ആ പാരാമീറ്ററിനെ റിട്രീവ് ചെയ്യുക. അതിനെയാണ് get parameter എന്ന മെത്തേഡ് യൂസ് ചെയ്തത്. അതെന്താണെന്ന് മുമ്പോട്ട് നിങ്ങൾക്ക് പറയാം, കാരണം ഇംപ്ലിസിറ്റ് ഒബ്ജക്റ്റ് നിങ്ങളുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഈ ഒരു ക്ലാസ്സിന്റെ. അതിൽ ഡബിൾ കോട്ട്സിന്റെ അകത്ത്, ബ്രാക്കറ്റിന്റെ അകത്ത് ഡബിൾ കോട്ട്സിൽ നിങ്ങൾക്ക് യൂസർ എന്ന് കാണാം. യൂസർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം ആണ്.
ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒന്നേക്കാൾ കൂടുതൽ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സിലൊക്കെ എന്തുണ്ടാവും, വാല്യൂസ് ഉണ്ടാവും. ആ എല്ലാ വാല്യൂസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാ വാല്യൂസും എനിക്ക് റിട്രീവ് ചെയ്യണം. സോ ഇറ്റ് വിൽ ഗെറ്റ് കൺഫ്യൂസിങ് ബൈ ദ യൂസർ. കാരണം എല്ലാ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് എന്താണ്, ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ടെക്സ്റ്റ് ബോക്സ് പ്രൊവൈഡ്സ് ദ റിക്വസ്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡബിൾ കോട്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈസിലി വി ക്യാൻ ഐഡന്റിഫൈ ഫ്രം വിച്ച് ടെക്സ്റ്റ് ബോക്സ് എന്ത് ചെയ്തു ആ ഒരു ഡേറ്റ വന്നത്. അങ്ങനെ നമ്മൾ ആ ഡേറ്റനെ എടുക്കുന്നു. സിൻസ് ഞാൻ പറഞ്ഞു അത് എന്തായിട്ടായിരിക്കും വരുന്നത്, സ്ട്രിംഗ് ഫോർമാറ്റിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിനെ സ്ട്രിംഗ് ആയിട്ട്, ദാറ്റ് ഈസ് യൂസറിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ യൂസറിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഹലോ ഔട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ പ്രിന്റിംഗ് പർപ്പസ്. പ്രിന്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈനിന്റെ പോലെ തന്നെ JSPയിൽ നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ആൻഡ് പ്രിന്റ് ലൈൻ ഒന്നുമില്ല. അതിനാണ് നമ്മൾ ഔട്ട് എന്ന ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ആ ഔട്ട് എന്ന ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ല, ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. ആ ഒബ്ജക്റ്റിന്റെ ഒരു എന്താ പറയാ, ഒരു വാല്യൂ ആണ്, ഫംഗ്ഷൻ ആണ് പ്രിന്റ് ഹെൽ എന്ന് പറയുന്നത്. അതിൽ യൂസറിന്റെ പേര് എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യണം. സോ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം വിൽ ബി എന്തായിരിക്കും, ഹലോ അമൃത. ഓക്കെ, നെക്സ്റ്റ് ഡിക്ലറേഷൻ. ഇഫ് ഐ വാണ്ട് ടു ഡിക്ലെയർ സം ഇന്റ് എ, ഇന്റ് ബി, തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഇന്റീജേഴ്സ് വാല്യൂസ് ഡിക്ലെയർ ചെയ്യാൻ, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഡിക്ലെയർ ചെയ്യാനാണ് നമ്മൾ ഈ സിന്റാക്സ്, ഡിക്ലെയർ ചെയ്യുന്ന സിന്റാക്സ് യൂസ് ചെയ്യണം. സോറി ഫോർ ദ തിങ് happen. Okay, so a declaration declares one or more variables or method that is used in the Java code. Java code use later use ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാണോ മെത്തേഡ്, വേരിയബിൾസ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, പറയണത്. ഇനി അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നതാണ് എന്താ പറയാ, ആംഗിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജ് എക്സ്ക്ലമേറ്റ് മാർക്ക് ഡിക്ലറേഷൻ ആൻഡ് പെർസെൻറ്റേജ് ക്ലോസ്. സെയിം രീതി തന്നെ XML അതിന് ഇക്വാലന്റ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആംഗിൾ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എല്ലാം ജാവ ലാംഗ്വേജിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാം എന്താ പറയുക, ആക്സസ് മോഡിഫയേഴ്സ് ആയിക്കോട്ടെ, എല്ലാം മെത്തേഡ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ JSPയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈവറ്റ് ഇൻറ്റ് കൗണ്ടർ ഈക്വൽ ടു 0 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ കൗണ്ടറിന്റെ വാല്യൂ അതുപോലെ തന്നെ ഒരു വേരിയബിൾ ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കണം പ്രൈവറ്റ് ആയിട്ട്. അതിന്റെ തൊട്ട് താഴെ ഞാൻ എന്ത് ചെയ്തു, പ്രൈവറ്റ് സ്ട്രിങ് ഗെറ്റ് അക്കൗണ്ട് ഓഫ് ഇൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ട് വേറെ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാം. അപ്പൊ കണ്ടു, ഒരു ഡിക്ലറേഷൻ്റെ അകത്ത് തന്നെ വേരിയബിളും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷനും. ഇപ്പൊ ഈ ഇവിടെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ഈക്വൽ ടു 0 അസൈൻഡ് വേരിയബിൾ ആണ്. അതിന്റെ അർത്ഥം നമ്മൾ അസൈൻഡ് വേരിയബിൾ തന്നെ എപ്പോഴും ചെയ്യണം ഒരു നിർബന്ധമില്ല. സോ വി ക്യാൻ പ്രൊവൈഡ് അൺഅസൈൻഡ്. ഇപ്പൊ പ്രൈവറ്റ് ഇൻറ്റു കൗണ്ട് സെമിക്കോളൻ. Okay, so you have to consider one thing is that all the codes, that is all the declaration should end with a semicolon. Semicolon എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. Okay, so clear ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. So next, സെയിം രീതി ഇതൊരു നോർമൽ കേസ്, ദാറ്റ് ഈസ് JSP കമാൻഡ് കമന്റ്സ്, നമ്മൾ കമന്റ്സ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ജാവയിൽ കൊടുക്കുന്ന ഡബിൾ സ്ലാഷ് വെച്ച് നമ്മൾ കൊടുക്കുന്നു, സിംഗിൾ സ്ലാഷ് സ്റ്റാർ വെച്ച് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ HTML നമ്മൾ ഡബിൾ സ്ലാഷ് വെച്ച് കൊടുക്കുന്നു. സെയിം രീതി JSPയിൽ നമ്മൾ കമന്റ്സ് എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റൺ ടൈം കോഡ് അല്ല. So if you want to provide something like that, so the syntax for this is angle bracket percentage double minus, angle bracket percentage double minus comment equal double minus percentage angle bracket percentage minus comment എന്താണോ ഏതാ മൈനസ് മൈനസ് പെർസെൻറ്റേജ്